ഗുണനത്തിലെ അല്ലെങ്കിൽ ലോ ഓഫ് എക്സ്പോണൻസിലെ കുറച്ച് ഫോർമുലകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഇനി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഇക്വേഷൻ പഠിക്കാനുള്ളത് എ റേസ് ടു എം ഇൻറ്റു എ അല്ലെങ്കിൽ ബി റേസ് ടു എം. എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യം എ ഇൻറ്റു ബി അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? എം. ഇത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ ഇൻറ്റു ബി. ആദ്യം എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എം ആ പവർ നമുക്ക് കണ്ടാൽ മതി. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 5. അതായത് ഇവിടെ എന്താണ്? രണ്ടിൻ്റെയും പവേഴ്സ് സെയിം ആണ് അല്ലേ. അപ്പോൾ 2 റേസ് ടു 5 പിന്നെന്താണ്? 3 റേസ് ടു 5. രണ്ടിൻ്റെയും പവേഴ്സ് സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2 ഇൻറ്റു 3 അത് ചെയ്തതിന് ശേഷം 5, അതിൻ്റെ പവർ 5 കണ്ടാൽ മതി. അതായത് ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 6 അല്ലെങ്കിൽ 6 റേസ് ടു 6 റേസ് ടു 5. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എം. ഒന്നാമത്തെ ചോദ്യം പരിചയപ്പെടാം. ചോദ്യം 8⁴ ഇൻറ്റു 7⁴ 8 റേസ് ടു 4 ഇൻറ്റു 7 റേസ് ടു 4. ഇത് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്താണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ ടു എ ബി അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഓൾ റേസ് ടു എം അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. 8⁴ ഇൻറ്റു 7⁴. അതായത് എന്ത് ചെയ്യാം? നമുക്ക് 8 ഇൻറ്റു 7 പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ 4 ഇവിടെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? 8 ഇൻറ്റു 7 എത്രയാണ്? 8 ഇൻറ്റു 7 56. ദെൻ ഓൾ റേസ് ടു 4. അതായത് ആൻസർ എന്താണ്? 56 റേസ് ടു 4. ആൻസർ ഓപ്ഷൻ ബി 56 റേസ് ടു 4. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 3 ഈക്വൽ ടു ഡാഷ്. അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്? 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഓൾ റേസ് ടു 3 അല്ലേ. രണ്ടിൻ്റെയും ഇവിടെ എം എന്താണ്? 3 അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? 2 ഇൻറ്റു 3 എത്രയാണ്? 6 ഓൾ റേസ് ടു 3. ആൻസർ 6 റേസ് ടു 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? അടുത്ത ഇക്വേഷൻ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ഇക്വേഷൻ ശ്രദ്ധിക്കുക. എ ബൈ ബി ഓൾ റേസ് ടു എൻ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ. അല്ലെങ്കിൽ എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ. നമുക്ക് എന്ത് എഴുതാം? എ ബൈ ബി ഓൾ റേസ് ടു എൻ. ഒരു എക്സാമ്പിൾ നമുക്ക് പരിചയപ്പെടാം. എക്സാമ്പിൾ 2/3 ഓൾ റേസ് ടു 2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ. മനസ്സിലായില്ലേ? അതായത് ഈ പവർ ഇവിടെ എന്താണ്? 2 അല്ലേ. ഈ 2 ഇവിടെയും വരുത്താം, ഇവിടെയും എഴുതാം. ക്ലിയർ അല്ലേ? അത് 2/3 ഓൾ റേസ് ടു 2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പകരം അതിനെന്ത് എഴുതാം? 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ. അപ്പോൾ ആൻസർ എന്താണ്? 4/9. ക്ലിയർ അല്ലേ? ഇനി വേറൊരു മെത്തേഡിൽ വരാം. എക്സാമ്പിൾ
ഈ ഒരു ഇക്വേഷൻ്റെ എക്സാമ്പിളാണ് കേട്ടോ ഞാൻ എഴുതാൻ പോകുന്നത്. 4⁻³ ഡിവൈഡഡ് ബൈ 5⁻³ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകരം എന്തെഴുതാം? 4/5 ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഉത്തരവും ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഉത്തരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മനസ്സിലായില്ലേ? എന്താണ് ഇക്വേഷൻ? a/b⁴n is equal to a⁻n divided by b⁻n, ഓർ അല്ലെങ്കിൽ a⁻n divided by b⁻n ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? a/b⁴a. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. 14⁵ ഡിവൈഡഡ് ബൈ 7⁵ വിച്ച് ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നമുക്കിത് എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? a⁻n ഡിവൈഡഡ് ബൈ b⁻n. a⁻n which is equal to a/b⁴n അല്ലേ? a⁻n ഡിവൈഡഡ് ബൈ b⁻n നമുക്ക് എന്ത് എഴുതാം? a/b⁴n എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, എന്തായിരുന്നു ചോദ്യത്തിൽ? ഇതായിരുന്നു ചോദ്യം അല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 14 ഡിവൈഡഡ് ബൈ 7⁵5 അല്ലേ? ഈ 14/7 എന്ന് വെച്ചാൽ എന്താണ്? 2 അല്ലേ? 14/7 എത്രയാണ്? 2. അപ്പോൾ നമുക്കിതിന് പകരം എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. അതായത് 2⁵5 അല്ലെങ്കിൽ 2⁵5 അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 2⁵5. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 8⁵5 ഡിവൈഡഡ് ബൈ 2⁵5. 8⁵5 ഡിവൈഡഡ് ബൈ 2⁵5 അല്ലേ? ഇതിൻ്റെ ഉത്തരമാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു? a⁻n ഡിവൈഡഡ് ബൈ b⁻n വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? a/b⁴n അല്ലേ? അപ്പോൾ ഈ ഫോർമുല പ്രകാരം ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 8/2⁵5 എന്ന് എഴുതാം അല്ലേ? 8/2 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4⁵5 അല്ലെങ്കിൽ 4⁵5. ആൻസർ ഏതാണ്? 4⁵5. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇക്വേഷൻ പഠിക്കാനുള്ളത് a⁻n വിച്ച് ഇസ് ഈക്വൽ ടു 1/a⁻n. അതായത് നമ്മുടെ ചോദ്യത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ a⁻n എന്ന ഫോമിൽ എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2⁻³ ഇങ്ങനെ വരാണെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ മൈനസ് എന്നുള്ള രീതി മാറ്റി നമുക്ക് എന്ത് എഴുതാം? 1/2⁵. ഇവിടെ മൈനസ് ആയിരുന്നത് നമ്മൾ എന്താക്കിയത്? പോസിറ്റീവ്. മനസ്സിലായില്ലേ? അപ്പോൾ -3 എന്നുള്ളത് മാറ്റി പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് എഴുതാം? 1/2⁵ എന്നുള്ള രീതിയിൽ എഴുതാം. ഇപ്പോൾ 5⁻4 ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1/5⁻4 നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? ഈ ഒരു ഫോർമുല ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അത് നമുക്ക് കൂടുതൽ കണക്കുകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നൊന്ന് നോക്കാം.